ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വളരെ രസകരമായ പല തീരുമാനങ്ങളും ബിഗ് ബോസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനോട് ഭയങ്കര ബഹുമാനം തോന്നുകയാണ്. അതിന്റെ കാരണം ഇന്ന് അവിടെ നടന്ന പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു ആ വീടിന്റെ സ്വേച്ഛാധിപതികളാകുവാൻ വേണ്ടി രണ്ടാൾക്കാർക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളത്. അതിനുവേണ്ടി 6 പേർ തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരിൽ നിന്നും 2 ആൾക്കാർ സ്വേച്ഛാധിപതികളായി മാറുന്നു, ജിസയിലും നെവിനും. വരുന്ന ദിവസങ്ങളിൽ വീടിന്റെ പരമാധികാരം, ആ വീട്ടിലെ റൂളുകൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുവാൻ ബിഗ് ബോസിന്റെ നിയമങ്ങൾ പോലും വേണമെങ്കിൽ മാറ്റിമറിക്കാം. പണിപ്പുരയ്ക്കകത്ത് എന്ത് സംഭവിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കാം. അങ്ങനെ ഗൗരവതരമായ പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കുവാൻ വേണ്ടി പരമാധികാരം ലഭിച്ചിരിക്കുന്ന 2 ആൾക്കാർ. ഈ പരമാധികാരം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് എന്തൊക്കെയാണ് അവിടെ നടക്കേണ്ടത്, അവർക്ക് ആരെയൊക്കെയാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെന്റുകളാണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയുടെ ഇടയിലേക്ക് രണ ഫാത്തിമ ചെല്ലുന്നുണ്ട്. തുടർന്ന് വളരെ ഫണ്ണി ആയിട്ട് ചില കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. അതായത് ഈ പരമാധികാരമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഏത് തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, ആർക്കൊക്കെ നിങ്ങൾ പണി കൊടുക്കണം, ആ പണികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ സ്വേച്ഛാധിപതികൾക്ക് 2 പേർക്കും ഉപദേശം കൊടുക്കുകയാണ്. ആർക്കിട്ടാണ് ഈ പണി വെക്കാൻ പോകുന്നത് എന്നുള്ളതല്ലേ രസം. ആ വീട്ടിലെ രണ ഫാത്തിമയുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന അനുമോൾക്കിട്ടാണ് ഈ പണി കൊടുക്കുവാൻ പോകുന്നത്. രണ അവരോട് പറയുകയാണ്, അനുമോളെ നമുക്ക് 1 മണിക്കൂർ നിർത്തി ഒന്ന് കരയിക്കണം. അത് കേട്ടുകൊണ്ട് നെവിൻ പറയുന്നു, അത് ശരിയാകില്ല, അത് അവൾ എപ്പോഴും കരയുന്നയാളല്ലേ, അതിലൊന്ന് വ്യത്യസ്തമായിട്ടൊരു പണിയാണ് നമുക്ക് അവൾക്ക് കൊടുക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് അനുമോളുടെ വീക്ക് പോയിന്റുകൾ നോക്കിയിട്ട് ആ വീക്ക് പോയിന്റുകൾക്ക് അനുസരിച്ചുള്ള പണിഷ്മെന്റ് കൊടുക്കുക. അത് കേട്ടിട്ട് വീണ്ടും രണ ഫാത്തിമ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ബോഡി മസാജ് അനുമോളെ കൊണ്ട് ചെയ്യിക്കണം, അനുമോളെ നിങ്ങളുടെ ബോഡി ഗാർഡാക്കി നിങ്ങൾ മാറ്റണം. അതുമാത്രവുമല്ല, ഈ പരസ്പരം കമ്പനിയായി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കിടയിലേക്ക് പോയിട്ട് കച്ചറ കൂടാൻ വേണ്ടി അനുമോളെ ട്യൂൺ ചെയ്തു വിടണം. അപ്പോൾ ജിസേൽ പറയുകയാണ്, കടലമാവ് കൊണ്ട് എൻ്റെ മുഖത്ത് ഞാൻ അവളെ കൊണ്ട് ഫേസ് ബാക്ക് ഇടാൻ പറയും. അങ്ങനെ നീണ്ടു പോവുകയാണ് അനുമോൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓരോരോ പണികൾ. അപ്പൊ ഈ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ കൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള പണിക്കൊന്നും വിളിക്കരുത് കേട്ടോ, ഞാൻ നിങ്ങളുടെ പെറ്റാണല്ലോ, ഈ വീട്ടിലെ 19 വയസ്സുകാരിയായ കൊച്ചുകുട്ടിയല്ലേ ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, എനിക്കിട്ട് നിങ്ങൾ പണി വെക്കരുത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അവരെ സോപ്പിട്ട് മയക്കി അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ രണ ഫാത്തിമ ആളാവുകയാണ് അവിടെ. അനുമോൾക്ക് മാത്രമല്ല, ആ വീട്ടിൽ പല ആൾക്കാർക്കും പണി കൊടുക്കുവാൻ വേണ്ടിയുള്ള സ്ക്രൂ എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ്. അവിടെയാണ് ബിഗ് ബോസ് ഇറങ്ങി കളിക്കുന്നത്. ബിഗ് ബോസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരമാധികാരമുണ്ടല്ലോ, നിങ്ങൾ സ്വേച്ഛാധിപതികളാണല്ലോ, ഈ സ്വേച്ഛാധിപതികളായ നിങ്ങൾക്ക് ഇന്ന് നോമിനേഷൻ പവർ എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 ആൾക്കാർക്ക് കൊടുക്കാം. ഈ 7 ആൾക്കാർക്ക് മാത്രമേ ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ ഏർപ്പെടുവാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുവാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് വെറുതെ ഇരിക്കാം. ഇത് കേട്ടപ്പോഴേക്കും അവർക്ക് പെരുത്ത സന്തോഷമായി. തുടർന്ന് സ്റ്റോർ റൂമിൽ നിന്നും ഈ നോമിനേഷൻ പവർ കാർഡ് ലഭിക്കുകയാണ്. ആ കാർഡ് അവർ വിതരണം ചെയ്തത് ഷാനവാസിന് 1 കൊടുത്തു, അക്ബറിന് 1 കൊടുത്തു, ബിന്നിക്ക്, ആര്യന്, റന ഫാത്തിമയ്ക്ക്, ഒനിലിന്, അനീഷിന്, ഇത്രയും ആൾക്കാർക്ക് ഈ കാർഡ് കൊടുത്തു. ആ കാർഡ് കൊടുക്കുമ്പോൾ അതിന്റെ കാരണം കൂടി പറയണമായിരുന്നു. ആ കാര്യത്തിൽ നെവിൻ കുറച്ച് വെടിപ്പും വൃത്തിയും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. എന്നാൽ ജിസയിലാണെങ്കിൽ കൃത്യമായിട്ട് ഫേവറിറ്റിസം അവിടെ കൊണ്ടുവരികയും ചെയ്തു. അനീഷിനോട് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ കൃത്യമായിട്ട് ഇവിടെയുള്ള റൂൾസുകളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടെ ആരോടും നിങ്ങൾക്ക് പാർഷ്യാലിറ്റി ഇല്ല, നിങ്ങൾ മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്, ഒരു വശത്തേക്ക് നിങ്ങൾക്ക് ചായ്വില്ല, നിങ്ങൾ നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, പുറം ലോകത്തും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്കൊരു ഇമേജ് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഈ കാർഡ് നിങ്ങൾക്ക് തരികയാണ്. അത് വളരെ കൃത്യമായിട്ട് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. രണ്ടാമത് അക്ബറാണ്. അക്ബറിനെ കുറിച്ച് ജിസയിൽ പറയുന്നത് നല്ലൊരു ഗെയിമറാണ് എന്നാണ്. തുടർന്ന് അക്ബറിനെ വിളിക്കുകയാണ്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നടത്തുകയും ചെയ്തു, എങ്കിൽ പോലും ആരുടെയും മുഖത്ത് നോക്കി പറയേണ്ട കാര്യം നിങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാർഡ് തരികയാണ്. തുടർന്ന് ഷാനവാസിനെ ജിസയിൽ വിളിക്കുകയാണ്. ഷാനവാസിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇവിടെ ഈ വീട്ടിൽ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നാണ് എനിക്ക് താല്പര്യമുള്ളത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട തരത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ നിൽക്കുവാനും നിങ്ങളുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും വേണ്ടി ഞാൻ നിങ്ങൾക്കൊരവസരം നൽകുകയാണ്. അടുത്തത് ബിന്നിയോട് നെവിൻ പറയുകയാണ്, നിങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. പറയേണ്ടത് ആരുടെയും മുഖത്ത് നോക്കി നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളതായിട്ട് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ഈ രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. ഒരു ടോപ്പ് 10 വരെയോളം നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാർഡ് തരികയാണ്. ജിസയിൽ തുടർന്ന് വിളിക്കുന്നത് ആര്യനെയാണ്.
ആര്യനോട് പറയുന്നു, നീ കഴിഞ്ഞ ഒരാഴ്ച വളരെ ചീത്തയായിരുന്നു, വളരെ മോശമായിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ടാസ്ക് നന്നായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് നിനക്ക് തരികയാണ്. ഫേവറിറ്റിസമാണ് ഇതിനകത്ത് പലയിടത്തും കാണുവാൻ സാധിക്കുന്നത്. ജിസൈലിന് ആര്യനില്ലാതെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്ത് കാര്യത്തിനും ആര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അടുത്തത് റെന ഫാത്തിമയെ വിളിക്കുകയാണ്. നെവിൻ റെനയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ കുട്ടിയുടെ ഓരോരോ രീതികൾ കണ്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ കുട്ടിക്ക് കാര്യമായിട്ട് ബോധവും വിവരവും ഒന്നുമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുട്ടിക്ക് നല്ല ബ്രെയിൻ ഉണ്ട്, നല്ല ബോധവും വിവരവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർഡിലൊന്ന് ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് റെന ഫാത്തിമയെ സെലക്ട് ചെയ്തു. അടുത്തൊരു കാർഡ് കൊടുക്കുന്നത് ഒനിലിനാണ്. ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തു, നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ മിസ്റ്റേക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും ഒരു കാർഡ് തരുന്നു എന്ന് പറഞ്ഞ് ഒനിലിനും കൊടുത്തു. അങ്ങനെ 7 ആൾക്കാരെ ഇവർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ 7 പേർക്ക് മാത്രമാണ് ഈ ആഴ്ചയിൽ നോമിനേഷനുള്ള അധികാരം. സാധാരണ എല്ലാ ആഴ്ചയിലും എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോമിനേറ്റ് ചെയ്യും. ഈ പ്രാവശ്യം ഇവർക്ക് 7 പേർക്ക് മാത്രമാണ്. അത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ നോമിനേഷന് വേണ്ടി പോയി. നോമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. നോമിനേഷൻ എല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. തുടർന്ന് സ്വേച്ഛാധിപതികൾ അവരുടെ അധികാരം അങ്ങോട്ട് നടപ്പാക്കാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ബിഗ് ബോസ് ഒരു 7ന്റെ പണിയുമായിട്ട് വന്നു. എന്തായാലും ഈ അധികാരമൊക്കെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നേട്ടം തന്നെയല്ലേ. അപ്പോൾ ഒരു നേട്ടമുണ്ടാകുമ്പോൾ അവിടെ ഒരു കോട്ടവും ഉണ്ടാവും. ഒരു ലാഭമുണ്ടാകുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ചില നഷ്ടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്നത് കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞ് അടുത്തൊരു നിയമം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ നോമിനേഷൻ പവർ കൊടുത്ത് തിരഞ്ഞെടുത്ത ഈ 7 പേരുണ്ടല്ലോ, ഈ 7 പേരെ മാത്രമേ നിങ്ങൾക്ക് അടിമകളാക്കി വെക്കാൻ പറ്റൂ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. റെന ഫാത്തിമയുടെയൊക്കെ മുഖം സത്യത്തിൽ വിളറിപ്പോയി. ആ സമയത്ത് ഭൂമി അങ്ങ് പിളർന്നു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന രീതിയിൽ അടി കൊണ്ടതുപോലെ നിൽക്കുകയാണ് എല്ലാ ആൾക്കാരും. കാരണം നോമിനേഷൻ കാർഡ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ പിറകിന് വലുത് വരും എന്നുള്ള ചിന്തയിൽ കാത്തിരുന്നതാണ്. അതുമാത്രവുമല്ല, മുൻപേ തന്നെ ഈ സ്വേച്ഛാധിപതികൾക്ക് ടിപ്പും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുത്ത റെന ഫാത്തിമ ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 7ന്റെ പണി വന്നു വീണിരിക്കുകയാണ്. അടുക്കളയുടെ ഉള്ളിൽ വെച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പ് അനുമോളുമായിട്ടൊരു പ്രശ്നമുണ്ടായി. ആ ഒരു പ്രശ്നം ഇപ്പോഴും അതങ്ങനെ തന്നെ അവർ നിർത്തിക്കൊണ്ട് പോവുകയാണ്. ഈ സീസൺ മുഴുവൻ ആ കുട്ടി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളെ നിരന്തരമായിട്ട് അവർ വേട്ടയാടും എന്ന് മനസ്സിൽ ശപഥമെടുത്തിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അവർ അനുമോൾക്കെതിരെ തിരിയും. അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിനകത്തുകൂടി എല്ലാം കറങ്ങി അടിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് അനുമോൾക്കൊരടി കൊടുക്കാതെ റെന ഫാത്തിമയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റെണയ്ക്ക് വലിയൊരു ഷോക്കായിപ്പോയി. പിന്നീട് അവിടെ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്യൂട്ടികൾ വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പരിമിതമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടുക്കളയിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി 3 ആൾക്കാരെ ഇട്ടു. ഒന്ന് രേണു സുധി ആയിരുന്നു, പിന്നൊന്ന് നൂറ, ആ കൂട്ടത്തിൽ അനുമോള് സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു, ഞാൻ പാചകത്തിന് കയറിക്കൊള്ളാമെന്ന്. ആ കൂട്ടത്തിൽ പാത്രം കഴുകാൻ വെസൽ ടീമിന് ആളില്ല ഈ പ്രാവശ്യം. 7 പേര് അടിമകളായിട്ട് അങ്ങ് പോവല്ലേ. അവരപ്പോൾ ഈ സ്വേച്ഛാധിപതികളെ മാത്രമേ സേവിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വെസൽ ടീമില്ല. അപ്പോൾ അനുമോള് പറഞ്ഞ് സാരമില്ല, ഞങ്ങൾ തന്നെ പാത്രവും കഴുകിക്കോളാം എന്ന് പറഞ്ഞ് അവർ കിച്ചന്റെ ഡ്യൂട്ടി എങ്ങോട്ട് ഏറ്റെടുത്തു. കിച്ചൺ ഡ്യൂട്ടി അവർ ഏറ്റെടുത്തു. ഉടൻ തന്നെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചു. എന്നാൽ ഈ സ്വേച്ഛാധിപതികളുടെ പിൻപിൽ നടന്ന് മണിയടിച്ച് റെന ഫാത്തിമ മറ്റൊരു നേട്ടം ഉണ്ടാക്കിയെടുത്തു. കിച്ചൺ ടീമിനകത്ത് അവരെ സഹായിക്കാൻ വേണ്ടി എന്നെ കൂടി വിടണം. ഉദ്ദേശം എന്താണ്? അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. നെവിൻ ഉടൻ തന്നെ അത് അനുവദിച്ചു. കിച്ചൺ ടീമിലേക്ക് ചെന്ന് കയറിയിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണം. ഒരു സെമി ഗ്രേവി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. തക്കാളിക്കറിയല്ലേ നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ പരിപാടി നടക്കുകയല്ല. ഇന്ന് ഞാൻ പറയുന്ന കറി അത് ഞാൻ ഉണ്ടാക്കും. അനുമോള് സമ്മതിക്കുകയല്ല. ഞങ്ങളിവിടെ ഫുഡ് പകുതിയോളം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളുടെ പരിപാടി നടക്കില്ല, ഞാൻ പറയുന്നത് പോലെ നടക്കുകയുള്ളൂ. അവിടെ ക്യാപ്റ്റൻ ഇടപെടുന്നു, സ്വേച്ഛാധിപതികൾ ഇടപെടുന്നു, വീട്ടിലെ പല ആൾക്കാരും ഇടപെടുന്നു. റെന ഫാത്തിമയ്ക്ക് അനുമോളെ ഒതുക്കിയേ പറ്റൂ. അതിനുവേണ്ടി പഠിച്ച പണി 18 നടക്കുകയാണ്. അനുമോൾ തിരിച്ചു മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. ഒടുവിൽ പണി പാളും എന്ന് സ്വേച്ഛാധിപതിയായ നെവിന് മനസ്സിലായി. അയാൾ പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യ്, കിച്ചൺ ടീമിനകത്തുനിന്ന് റെന ഫാത്തിമയെ ഞാനിങ്ങ് വലിക്കുകയാണ്, എന്റെ കൂടെ പോരെ, എന്റെ പാദസേവ ചെയ്തുകൊണ്ട് എന്റെ കൂടെ നിന്നു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി. അതിലൂടെ നഷ്ടപ്പെട്ടത് കിച്ചണിനകത്ത് ശരിക്കും ഒന്ന് ആളാകാനുള്ള ആ അവസരമായിരുന്നു. ആ അവസരം സ്വേച്ഛാധിപതി തന്നെ അങ്ങ് ഇല്ലാതാക്കി കൊടുത്തു. ശരിക്കും ഈ റെന ഫാത്തിമ ഒരെല്ല് കൂടുതലാണ്. 19 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആരോ തരം താഴ്ത്താൻ ശ്രമിച്ചു എന്നാണ് അവരുടെ ഭാഷ്യം. എപ്പോഴും സംസാരിക്കുക, എവിടെയും കയറി സംസാരിക്കുക, ഇല്ലാത്ത കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്ക്രീൻ സ്പേസിന് വേണ്ടി മാക്സിമം പരിശ്രമം നടത്തുക, എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ. പ്രത്യേകിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത 1-2 ആൾക്കാരുണ്ട്, അവർക്കെതിരെ ഏതെല്ലാം തരത്തിൽ അടി കൊടുക്കാൻ പറ്റുമോ, ഇത് മാത്രമാണ് പുള്ളിക്കാരുടെ ഗെയിം. അല്ലാതെ വേറൊരു ഗെയിമും ആ കുട്ടിക്ക് അവിടെ ഇല്ല.
സത്യത്തിൽ ഇതൊരു ഗെയിമാണ്. ഗെയിമിനെ ഗെയിമിന്റെ രീതിയിൽ തന്നെ കാണണം. ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് ലൈവ് കാണാനിരിക്കുന്നതെങ്കിലും ഈ പെങ്കൊച്ചിന്റെ ഈ സംസാരവും രീതികളും ആ മാനറിസവും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് ഒന്നൊരു ചവിട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം വെറുപ്പിക്കുകയാണ്. ഒരു ഗെയിം ആണെങ്കിലും ആ ഗെയിമിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയില്ലേ, ഒരു ലോജിക്ക് വേണ്ടേ? നമ്മൾ പ്രേക്ഷകരുടെ വോട്ടിന് വേണ്ടിയാണല്ലോ കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കളി കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വോട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടൊരു കളി കളിക്കണ്ടേ? അല്ലാതെ വെറുതെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്? എന്തായാലും പഠിച്ച പണി 18 നോക്കി നടന്നില്ല. അവസാനം തേഞ്ഞൊട്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.